ചെറുവട്ടൂരിൽ കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുവട്ടൂർ കോട്ടേപ്പീടിക കുടിവെള്ള പദ്ധതിയുടെയും ഗവൺമെന്റ് LP സ്കൂൾ കുടിവെള്ള പദ്ധതിയുടെയും നിർമ്മാണം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദേശവാസികളെല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ടാങ്ക് പണിയുന്നതിന് വേണ്ടി സ്ഥലം പണം കൊടുത്ത് വാങ്ങി കോതമംഗലം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിന്റെ അധീനയിലാക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ NOC വാങ്ങിത്തരുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ഏകദേശം 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഇത് പൂർത്തിയാകാൻ കുറച്ചുകൂടി ഫണ്ട് വേണ്ടിവരും. അതുകൂടി വരുന്ന സാമ്പത്തിക വർഷം ഉൾപ്പെടുത്തി ഈ 2 പദ്ധതികൾ കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ LP സ്കൂളിലെയും അതോടൊപ്പം തന്നെ UP സ്കൂളിലെയും കോട്ടേപ്പീടിയ പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ലാത്ത എല്ലാ കുടുംബങ്ങളിലും 24 മണിക്കൂറും ശുദ്ധജലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. നിരവധി വികസന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇന്നവരെ കാണാത്ത നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മറ്റ് ഡിവിഷനിലും അതോടൊപ്പം തന്നെ ഈ ഡിവിഷനിൽ നടത്തിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 പദ്ധതികൾക്കുമായി 35 ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന കോട്ടേപ്പീടിക പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന വിധമാണ് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, സാലി ഐപ്പ്, ജെയിംസ് കൊറമ്പേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസമോൾ ഇസ്മായിൽ, TK കുഞ്ഞുമോൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷറഫിയ ഷിഹാബ്, നാസർ വട്ടേക്കാടൻ, വൃന്ദ മനോജ്, ഉമ്മർ തടത്തിക്കുന്നേൽ, പരീദ് കോട്ടയിൽ, മൈദീൻ ബ്ലാങ്കര, ഹസൈനാർ ഇക്കരക്കുടി, സലീം അമ്പാടത്ത്, മുഹമ്മദ് വെള്ളാന്തട്ട, മീരാവുമ അലിയാർ, ഹെഡ്മാസ്റ്റർമാരായ അബൂബക്കർ, നിത്യ, PTA പ്രസിഡന്റുമാരായ അയ്യപ്പൻകുട്ടി, ബഷീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.